ഇന്നിപ്പോൾ ഞാനിവിടെ ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുക. ഇപ്പോൾ 1 കപ്പ്, ഇപ്പോൾ 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, ഉപ്പിട്ട വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് വെള്ളം ഉപ്പിട്ടതാണ്. അത് നന്നായിട്ട് കലക്കിയിട്ട് ഈ മാവിലേക്ക് ഒഴിച്ച് കുഴച്ച് കൊടുക്കാം. നല്ലതുപോലെ കുഴച്ച് കൊടുക്കുക. നല്ല ബലം പ്രയോഗിച്ച് കുഴയ്ക്കുക. എത്രയും നന്നായി കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. വെള്ളം കൂടരുത്, വെള്ളം കുറയുകയും അരുത്. വെള്ളം കുറഞ്ഞാലും ചപ്പാത്തി ശരിയാവില്ല, വെള്ളം കൂടിയാലും ശരിയാവില്ല. വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് ചപ്പാത്തി. പക്ഷെ ചപ്പാത്തി കുഴച്ച ഉടൻ തന്നെ പരത്തി ചുടരുത്. അരമണിക്കൂറെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് പരത്തി ചുടാവും. ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, അരമണിക്കൂർ. നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇതിലേക്ക് കയ്യിൽ 1 ഡ്രോപ്പ് എണ്ണ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇത് ഈ മാവിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെയ്തു. ഇതേ കണ്ടോ, മാവ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് റെസ്റ്റിനായിട്ട് വെക്കാം. 1 മണിക്കൂർ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. വളരെ മയത്തിൽ നമുക്ക് ചപ്പാത്തി പരത്തിയെടുത്ത് ചൂടാൻ പറ്റും. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച മാവാണ്. നന്നായി ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആവശ്യത്തിനുള്ള വലിപ്പത്തിന് ഉരുളയാക്കി വെക്കുക. ഈ മാവിങ്ങനെ നല്ലോണം ഉരുട്ടി പൊടിയിൽ മുക്കി പരത്താം. പൊടിയിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിൽ തന്നെയാണ് ചെയ്തത്. പാൻ ചൂടാകുമ്പോഴേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്ന മാവിനെ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ബബിൾസ് വരുമ്പോഴേക്ക് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, പൂരി പോലെ പൊങ്ങി വന്ന ചപ്പാത്തി. എല്ലാ ചപ്പാത്തി ഇതുപോലെ തന്നെ വരും. എല്ലാവരും ഇതുപോലെ തന്നെ കുഴച്ച് ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തി ഇവിടെ തയ്യാറായി. ചപ്പാത്തി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവർ ഇത് നോക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക.